നിന്റെ സങ്കേതത്തിലും സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് അങ്ങ് ഓർക്കണമേ. കന്യകൾക്കാരുടെ ആജ്ഞയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയെ ഞാൻ അങ്ങേ സങ്കേതത്തിൽ അണയുന്നു. അവിടുത്തെ വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷകളയണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ജനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുകിൽ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം സൗഭാഗ്യമേകില്ല എന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കർത്താവിന്റെ വചനം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മോത്തപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. മാനസാന്തരത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് പ്രായച്ചിത്തത്തിന്റെയും നവീകരണത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുൾ നിറഞ്ഞ സ്നേഹത്തോട് തെറ്റിദ്ധരിക്കുവാൻ അനുതപിക്കുന്ന ഹൃദയത്തോട് മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് യേശുവിന്റെ കൈപിടിച്ച് നടക്കുവാനും യേശുവിന്റെ ആ സ്നേഹം
അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തിരക്കുകളിലും പലവിധ സാഹചര്യങ്ങളിലുമായിരിക്കുന്ന മക്കൾ അങ്ങയുടെ മുൻപിൽ വലിയ ദാഹത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതിൽ പലരും രോഗികളായവരുണ്ട്. പലവിധ അസ്വസ്ഥതകളാലും മാനസിക വിഷമത്താലും ഒക്കെ കടന്നു വന്നിരിക്കുന്ന മക്കളെ എല്ലാം അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നല്ല ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം എല്ലാ മക്കളിലേക്കും ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നിറഞ്ഞൊഴുകുവാനും അവരിലൂടെ ലഭിക്കുന്ന വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിലേക്കും ആഴത്തിൽ പതിയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് സംവിധാനങ്ങളെയും സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷവത്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപമെടുത്ത മിസിയ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന പ്രിലിംസ് കോഴ്സിന്റെ 18ാമത് ബാച്ചിന്റെ 6ാമത്തെ സെഷനിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച സെബി ചേച്ചിക്കും കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിമനോഹരമായ ഗാനം ആലപിച്ച ബിനു ചേച്ചിക്കും തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയിലൂടെ കൂടുതൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ നയിച്ച കുമാരി ചേച്ചിക്കും ഒത്തിരി നന്ദി. നമ്മുടെ മിസിയ കൂട്ടായ്മയുടെ ആത്മീയ പിതാവും രക്ഷാധികാരിയും ചിക്കാഗോ രൂപതാധ്യക്ഷനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറ്റവും ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്ന അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസിയ കൂട്ടായ്മയുടെ നെടുന്തൂണായി എന്നും പ്രവർത്തിക്കുന്ന പ്രൊഫസർ CC ആലീസുകുട്ടി ആന്റിയെയും ആന്റിയോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും എല്ലാ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ മനുഷ്യവംശത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പുത്രനെ ഏകരക്ഷകനായ യേശുവിനെ നമുക്ക് നൽകി. പാപം വഴി അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കാനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിൽ പാപപരിഹാര യാഗമായി മാറി രക്ഷ നമുക്ക് പ്രദാനം ചെയ്തു. ഈ രക്ഷ കൈവരിക്കാൻ യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനും രാജാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറയണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി കണ്ടു കഴിഞ്ഞു. 6ാമത്തെ നിത്യസത്യമായ മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ചുള്ള ഇന്നത്തെ ഈ സെഷന്റെ പ്രൊക്ലമേഷന് വേണ്ടി ടെസി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ രക്തം ചിന്തി മരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞുവെന്ന് നാം മനസ്സിലാക്കി. ഈ രക്ഷ നമുക്ക് കൈവരിക്കാൻ നാം യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് നമ്മെ പൂർണ്ണമായും യേശുവിന് സമർപ്പിച്ച് ജീവിക്കണം. എന്താണ് ഈ മാനസാന്തരം എന്ന് നോക്കാം. നമ്മെയും നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതാണ് മാനസാന്തരം. നമ്മിൽ ജീവിക്കുവാൻ അവിടുത്തെ അനുവദിക്കുന്നതിലൂടെയാണ് മാനസാന്തരം സംഭവിക്കുക. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ആശ്രയബോധത്തിന്റെയും പരിണത ഫലമാണ് മാനസാന്തരം. വിശുദ്ധ മത്തായി 3:2 നമുക്ക് കാണാൻ സാധിക്കും യൂദയായിലെ മരുഭൂമിയിൽ സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. വീണ്ടും വിശുദ്ധ ലൂക്ക 3:8
അദ്ദേഹം പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന്. വിശുദ്ധ മത്തായി 4:17 യേശു അരുളി ചെയ്യുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. യേശുവിന്റെ ദിവ്യ പ്രബോധനത്തിന്റെ സാരാംശം മുഴുവൻ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു. മാനസാന്തരത്തിലേക്കുള്ള യേശുവിന്റെ വിളി അവിടത്തേക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പോലെ, അവരുടെ ആഹ്വാനം പോലെ ചാക്കുടുക്കലും ചാരം പൂശലും ഉപവാസവും പരിത്യാഗവും പോലെയുള്ള ബാഹ്യപ്രവൃത്തികളല്ല, പിന്നെയോ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആന്തരിക പരിവർത്തനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആന്തരികമായ പരിവർത്തനം കൂടാതെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഫലരഹിതവും വ്യാജവുമായിരിക്കും. എന്നാൽ ആന്തരിക മാനസാന്തരം പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ ചെയ്യേണ്ടതാണ്. ആന്തരികമായ മാനസാന്തരം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു തിരിച്ചുവരവാണ്. ജീവിതം പൂർണ്ണമായും നവീകരിക്കത്തക്ക വിധം ഹൃദയ പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. അതായത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ്, പാപങ്ങളിൽ നിന്നുള്ള പിന്തിരിയൽ, നാം ചെയ്തിട്ടുള്ള തിന്മ പ്രവൃത്തികളോടുള്ള വെറുപ്പും തിന്മയിൽ നിന്നുള്ള അകൽച്ചയുമാണ്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം നാം ആക്കേണ്ടതുണ്ട് നമ്മുടേത്. ഗലാത്യ 2:20 പറയുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ്. ഒരാൾ മനസ്സ് മാറിയാൽ എല്ലാ തിന്മകളുടെ ശക്തിയും മാറിപ്പോകും. വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ദൈവിക ശക്തി അതിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ദൈവിക സംരക്ഷണം നമുക്ക് ചുറ്റും ഉണ്ടാവും. റോമ 12:2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിനെന്ന്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ആഡംബര ചിന്തകളും ലൗകിക ചിന്തകളും ദ്രവ്യാഗ്രഹങ്ങളും ജഡിക ചിന്തകളും തഴക്കദോഷങ്ങളും പാപാസക്തികളുമാണെങ്കിൽ നാം അതിനെയെല്ലാം ഉപേക്ഷിച്ച് വചനമാകുന്ന യേശുവിനെ നമ്മൾ നിറയ്ക്കണം. നമ്മിലുള്ള തിന്മ വിട്ടുകളയാതെ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ദാനധർമ്മം ചെയ്യുക ഒക്കെ ആയാൽ അത് യഥാർത്ഥ മാനസാന്തരമാവുകയില്ല. മനസ്സിനെ കഴുകി നിർമ്മലമാക്കിയിട്ട് യേശുവിനെ പ്രതിഷ്ഠിച്ച് നമ്മെയും നമുക്കുള്ളതെല്ലാം യേശുവിന് സമർപ്പിച്ച് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. ഈ പരിവർത്തനത്തിലൂടെയാണ് നാം പുതിയ സൃഷ്ടിയാവുക. ജഡികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള മാറ്റമാണത്. 2 കൊരിന്തോസ് 5:17 പറയുന്നു, യേശുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഒരു പുതിയ സൃഷ്ടിയാവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. വിശുദ്ധ ലൂക്ക 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, ധൂർത്തപുത്രന്റെ ഉപമ അതിനൊരു ഉദാഹരണമാണെന്ന്. അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും പൂർണ്ണ രൂപമാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ യേശു വിവരിക്കുന്നത്. കരുണയുള്ള പിതാവാണ് ആ ഉപമയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. പിതൃഗ്രഹത്തെ ഉപേക്ഷിച്ച് തൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച് പരമദയനീയാവസ്ഥയിൽ ആയപ്പോൾ പിതൃഗ്രഹത്തെക്കുറിച്ചുള്ള വീണ്ടുവിചാരവും തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്നതും പിതാവ് സന്തോഷത്തോടെയും ആഘോഷത്തോടെയും അവനെ സ്വീകരിക്കുന്നതും എല്ലാം മാനസാന്തര പ്രക്രിയയുടെ സവിശേഷതകളാണ്. നാമും എല്ലാം വിട്ടുകളഞ്ഞ് പരിവർത്തനപ്പെടുത്തി നമുക്ക് ദൈവപിതാവിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ദൈവപിതാവും നമ്മെ സന്തോഷത്തോടെ ആഘോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. പ്രിയ സഹോദരരെ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി, അതായത് നമ്മുടെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, സഹോദരർ, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, എല്ലാറ്റിലും ഉപരിയായി യേശുവേ നീയാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് എപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുക. മാനസാന്തരം ഒരു നിരന്തര പോരാട്ടമാണ്. അതൊരു തുടർ പ്രക്രിയയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 1-2 നമുക്ക് നോക്കാം. വിശുദ്ധ മർക്കോസ് 10:46 മുതൽ 52 വരെയുള്ള തിരുവചനത്തിൽ അന്ധയാചകനായ ബർത്തിമിയൂസ് യേശു അതുവഴി കടന്നുപോയപ്പോൾ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അവനോട് മിണ്ടാണ്ടിരിക്കുവാൻ ചുറ്റുമുള്ളവർ പറഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ വീണ്ടും ഉറക്കെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു.
യേശു അടുത്തു വന്നപ്പോൾ യേശു അവനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. ഉടനെ തന്നെ തന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. മാനസാന്തര പ്രത്യുത്തരമാണ് അവിടെ ഉണ്ടായത്. പുറംകുപ്പായം വലിച്ചെറിയുക എന്നത് തന്നെ പൊതിഞ്ഞിരിക്കുന്ന പാപത്തിന്റെ കെട്ടുകൾ ഉപേക്ഷിച്ചു എന്നും, കുതിച്ചു ചാടി എന്നത് അവനിലുള്ള മാറ്റം അല്ലെങ്കിൽ പരിവർത്തനമാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രത്യുത്തരം ചെയ്തപ്പോൾ ഉടനെ അവന് കാഴ്ച ലഭിച്ചു. അതുപോലെ വിശുദ്ധ ലൂക്ക 9:1 മുതൽ 10 വരെ നമുക്ക് കാണാം. സക്കേവൂസ് എന്ന ധനികനും ചുങ്കക്കാരനുമായവൻ യേശു അതുവഴി കടന്നു പോയപ്പോൾ യേശുവിനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. അവന് പൊക്കം കുറവായതിനാൽ ജനത്തിന്റെ ഇടയിൽ നിന്നും കാണാൻ സാധിക്കാത്തതിനാൽ അവൻ ഒരു മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ സക്കേവൂസിനോട് താഴെ ഇറങ്ങി വരാൻ പറയുകയും അന്ന് അവന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ യേശു അവന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് പോയി. പാപിയുടെ വീട്ടിൽ യേശു അതിഥിയായി വന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ പിറുപിറുത്തു. എന്നാൽ സക്കേവൂസ് മാനസാന്തരപ്പെട്ട് അപ്പോൾ പ്രത്യുത്തരം നൽകുന്നു, കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ വഞ്ചിച്ചെടുത്തതിന്റെ 4 ഇരട്ടി ഞാൻ തിരികെ നൽകുന്നു എന്ന്. അപ്പോഴാണ് കർത്താവ് അരുളി ചെയ്തത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവരിച്ചിരിക്കുന്നുവെന്ന്. മാനസാന്തര പ്രത്യുത്തരം നൽകിയപ്പോഴാണ്, അല്ലെങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചപ്പോഴാണ് രക്ഷ പ്രാപിച്ചത്. അതായത് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് മരത്തിൽ കയറിയപ്പോഴോ, കർത്താവിന്റെ കൂടെ നടന്നപ്പോഴോ, സക്കേവൂസിന്റെ വീട്ടിൽ യേശു വന്നപ്പോഴോ അല്ല, മാനസാന്തര പ്രത്യുത്തരം നൽകിയപ്പോഴാണ് രക്ഷ കൈവന്നത്. വിശുദ്ധ മത്തായി 12:32 പറയുന്നു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നതെന്ന്. ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. നല്ല ദൈവഭക്തിയുള്ള, സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചു. പിതാവിന് ജുഡീഷ്യറി സർവീസിൽ ഉന്നതമായ ജോലിയായിരുന്നു. ചെറുപ്പത്തിലെ ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കുകയും എല്ലാ പ്രാർത്ഥനകളിലും, നൊവേനയിലും, ആരാധനയിലും, എല്ലാ ഭക്തി കാര്യങ്ങളിലും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലൂടെയാണ് മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയിരുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് നല്ലൊരു ജോലിയും ലഭിച്ചു. ജീവിതയാത്രയിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ താങ്ങുവാനും അതിജീവിക്കുവാനുമുള്ള ശക്തി ദൈവം തന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിന്റെ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അത്. ഞാൻ വീട്ടിലെയും ഓഫീസിലെയും ജോലി തിരക്കും ഉത്തരവാദിത്വവും ഒക്കെയായി തിരക്കിട്ട ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ തീഷ്ണതയെല്ലാം കുറഞ്ഞുപോയി. ഞായറാഴ്ച മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരുവളായി മാറി. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതം പൊള്ളയായി മാറി. കാരണം ഓരോ അവസരത്തിലും എന്നെ രക്ഷിച്ച എൻ്റെ നാഥന്, എന്നെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചില്ല. എനിക്ക് ഇത്ര സൗകര്യങ്ങൾ തന്നിട്ടും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച നാഥനെ ഞാൻ ആരാധിക്കാൻ സമയം കണ്ടെത്താറില്ലായിരുന്നു. ജീവിതത്തിന്റെ വ്യഗ്രതയിലായിരുന്നു. എന്നാൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമല്ല ജീവിതമെന്നും എനിക്ക് കർത്താവിനെ അറിയണമെന്നും ബൈബിളും വചനവും കൂടുതൽ അറിയണമെന്നുള്ള ആ ദാഹം എന്നിൽ ഉദയം ചെയ്തു. അത് എന്നിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ശരിക്കും ആ ചിന്ത എന്നെ ശക്തമായി വേട്ടയാടിക്കൊണ്ടിരുന്നു. ആരെങ്കിലും ബൈബിൾ ഭാഗങ്ങൾ ഒന്ന് ട്യൂഷൻ എടുത്ത് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനെക്കുറിച്ച് കൊണ്ടിരുന്നപ്പോഴാണ് 6 മാസത്തെ ഒരു ഓൺലൈൻ ബൈബിൾ കോഴ്സിനെ കുറിച്ച് അറിവ് കിട്ടുകയും അത് കൂടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു. വളരെ ദാഹത്തോടെയും തീഷ്ണതയോടെയും ഞാൻ അതിൽ പങ്കെടുത്തു. അതിനുശേഷം ദിവ്യകാരുണ്യത്തിന്റെ ഒരു ക്ലാസ്സും ഞാൻ കൂടി. അതിനുശേഷം ഈ മിസ്സിയോ കൂട്ടായ്മയുടെ ഒരു അംഗമാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇതെല്ലാം എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് നയിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മിസ്സിയോയിലെ വചനവിചിന്തനത്തിലൂടെ വചനത്തിൽ കുറെ കൂടി ആഴപ്പെടാൻ സഹായിച്ചു. മിസ്സിയോ ഭവനിലെ താമസിച്ചുള്ള കോഴ്സിലെ സമർപ്പണ ദിവസമാണ് സമ്പൂർണ്ണ സമർപ്പണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ എന്നെ തന്നെ പൂർണ്ണമായും എൻ്റെ നേട്ടങ്ങൾ, സന്തോഷങ്ങൾ, കോട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, തിന്മകൾ, പാപങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് ആരാധനയിൽ യേശുവിന്റെ ക്രൂശിത രൂപത്തിന്റെ ചുവട്ടിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അതുവഴി വലിയൊരു ആത്മീയ ആനന്ദവും സംതൃപ്തിയും എനിക്ക് ലഭിച്ചു.
ഈ ആത്മീയ മേഖലയിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എളിവളായ എനിക്കും ചെയ്യാൻ പലതും കഴിയുമെന്നുള്ള ഒരു ചിന്ത എന്നിൽ വന്നു. എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്നാൽ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനോഭാവത്തോടെ എളിയ രീതിയിൽ കർത്താവിനെ ആശ്രയിച്ച് പരിശ്രമം തുടരുന്നു. ഞാൻ എന്നും രാവിലെ ഉണരുമ്പോൾ ദൈവത്തിന് എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാം അവിടുത്തെ തിരുവിഷ്ടപ്രകാരം നടത്തിത്തരുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദരിദ്രയായി ജീവിക്കാനുള്ള മനോഭാവത്തോടെ കർത്താവിൽ ആശ്രയിച്ച് പരിശ്രമം തുടരുന്നു. പ്രിയ സഹോദരരെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ സഹകരണത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു. വിശുദ്ധ മത്തായി 18:3 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകണമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും സുഖവും വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പാപത്തിന്റെ കൂട്ടുകെട്ടുകളെ നശിപ്പിച്ച് അനുതാപത്തോടെയും മാനസാന്തരത്തോടെയും യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന് മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി. രക്ഷിച്ചവനിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും വിശിഷ്യ ആശ്രയബോധത്തിന്റെയും പരിണിത ഫലമാണ് മാനസാന്തരമെന്ന് അതിമനോഹരമായ വചനപ്രഘോഷണത്തിലൂടെ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വ്യക്തമാക്കി തന്ന ടെസി ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റ് മണിക്കായി ഷാജി ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ തൊടുപുഴയിൽ നിന്ന് ഷാജി. ഞാൻ മുതലക്കോടം പള്ളിയിലെ കപ്പ്യാരാണ്. ഞാൻ എൻ്റെ ജീവിത അനുഭവം ഒരല്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ കരുണയും സ്നേഹവും ഞാൻ ദൈവത്തോട് ചേർന്ന ഒരു മാനസാന്തര അനുഭവമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ധ്യാനം കൂടുന്നത് പ്രശ്നങ്ങളെ തീരുവാനും അത് പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ധ്യാനം കൂടിയതും പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്നതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു വന്നേ. ഒരു വലിയ മാനസാന്തര അനുഭവം ഒന്നും പ്രതീക്ഷിച്ച് വന്ന ആളൊന്നുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല. ഞാനെന്റെ ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, മരിച്ചാലും ജീവിച്ചാലും എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ത്യാഗപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, നൊവേനകൾ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഈശോയുടെ ആലോചന ചോദിച്ച എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരു നല്ല ശുശ്രൂഷകനായി മാറണം, അതിനായിട്ട് എന്നെ ഒരുക്കണം, ഒരു നല്ല വചനപ്രഘോഷകനാകണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ഒക്കെ ചെയ്തു. എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകനല്ല ആയത്, മറിച്ച് ഒരു അനാഥ മന്ദിരങ്ങളിൽ അനാഥരെ ശുശ്രൂഷിക്കുന്ന ഒരാളായി മാറി. പാലായിലും തൊടുപുഴയിലും കേരളത്തിന്റെ പലയിടങ്ങളിലും ഗോവയിലും ബാന്തയിലും എല്ലാം ഞാൻ ശുശ്രൂഷകൾ ചെയ്ത് ഓടി നടന്നു. അതിനിടയിൽ എൻ്റെ കല്യാണം നടന്നു. ഞങ്ങൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന കാലം. നമുക്കറിയാൻ പറ്റും, നമ്മൾ നല്ല ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷാജി മോനെ, നിന്റെ ശുശ്രൂഷ നല്ലതാണ്, നീ ഒത്തിരി നന്നായി ശുശ്രൂഷ ചെയ്യുന്നു, വളരെ മനോഹരമാണ്. അങ്ങനെ എല്ലാവരും എന്നെ ഇങ്ങനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാനും ഇങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നമുക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഞാൻ എന്തോ സംഭവമാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ഒരു ചിന്ത എന്നെ കൊണ്ടെത്തിച്ചത് വലിയ നാശത്തിലേക്കാണ്. അഹങ്കാരം കയറി, വെറുപ്പ് കയറി, വിദ്വേഷം കയറി. അങ്ങനെ ഞാൻ ഒരു തികഞ്ഞ ഒരു അഹങ്കാരിയും വിദ്വേഷം ഉള്ളവനൊക്കെ ആയി മാറി. അപ്പോൾ അങ്ങനെ അഹങ്കാരം കയറുമ്പോൾ എളിമയെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. ഈ എളിമ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം, എന്നിൽ കുടികൊള്ളുന്ന ദൈവസ്നേഹം എന്നിൽ നിന്ന് അകന്നുപോകും. അപ്പൊ അഹങ്കാരത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അത് വിജയിക്കാനായിട്ട് പറ്റിയിട്ടില്ല.
അപ്പൊ അതങ്ങനെ കുറേശ്ശെ അസ്വസ്ഥത കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തും വെറുപ്പായി, വിദ്വേഷമായി, ഞാൻ എന്തോ ഭാവമൊക്കെ ആയി തുടങ്ങി. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ആയിരിക്കുമ്പോഴെല്ലാം പലപ്പോഴും നമുക്ക് നമ്മുടെ അധികാരികളെയൊക്കെ അനുസരിക്കേണ്ടതായിട്ട് വരും. ഞാനിങ്ങനെ തികഞ്ഞ ഒരു അഹങ്കാരിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അധികാരികളൊക്കെ അനുസരിക്കാനായിട്ട് അല്പസ്വല്പമൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ കുറേശ്ശെ എന്നിലുള്ള എൻ്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുമ്പോൾ ആദ്യം എനിക്ക് നഷ്ടമായത് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയാണ്. രണ്ടാമത് എനിക്ക് നഷ്ടമാകുന്നത് പരിശുദ്ധ കുർബാന. അങ്ങനെ ഓരോന്നോരോന്നായി എൻ്റെ ജീവിതത്തിൽ നിന്നും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അവസാനം എല്ലാവരിലും കുറ്റം കാണാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരിലും കുറ്റം, ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. അച്ഛന്മാർക്ക് കുറ്റം, സിസ്റ്റേഴ്സിന് കുറ്റം, സഭയിൽ കുറ്റം, ശുശ്രൂഷയിൽ കുറ്റം. അങ്ങനെ മറ്റുള്ളവരിൽ മുഴുവനും കുറ്റം കണ്ട് ഞാൻ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നി. അങ്ങനെ എല്ലായിടത്തു നിന്നും ഒഴിഞ്ഞു മാറി, സഭയിൽ നിന്നും പള്ളിയിൽ നിന്നും കുർബാനയിൽ നിന്നും കുമ്പസാരത്തിൽ നിന്നും എല്ലാം മാറിപ്പോയി. എത്രത്തോളം തീക്ഷ്ണതയോടെയാണോ ഞാൻ കടന്നു വന്നത്, അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഞാൻ ഒരു നിരീശ്വരവാദിയെ പോലെ ആകാൻ തുടങ്ങി. അവസാനം എൻ്റെ ചിന്തയെന്ന് പറയുന്നത് എല്ലാ ശുശ്രൂഷകളും തെറ്റാണ്, സഭ തെറ്റാണ്, പള്ളി തെറ്റാണ്. അതുകൊണ്ട് സഭയിലെ കുറെ കാര്യങ്ങള്, കുറെ നെഗറ്റീവായ കാര്യങ്ങള്, അച്ഛന്മാരുടെ കുറെ നെഗറ്റീവ്, സിസ്റ്റേഴ്സിന്റെ കുറെ നെഗറ്റീവ്, ഇതെല്ലാം കൂടെ ഒന്ന് പുറത്തേക്ക് വിളിച്ചു പറയണം. അതിനായിട്ട് പിന്നീട് എൻ്റെ ശ്രമം മുഴുവനും അങ്ങനെയായിരുന്നു. എല്ലാവർക്കും എതിരെ വിമർശന ബുദ്ധിയോടെ ഞാൻ നിൽക്കാൻ തുടങ്ങി. അവസാനം ഞാൻ തീരുമാനിച്ചു, ഈ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും സഭയിലെയും ശുശ്രൂഷയുടെ എല്ലാം കുറ്റം ഒരു മയക്ക് വെച്ച് കെട്ടി വിളിച്ചു പറയണം. അതിന് എൻ്റെ ഓട്ടോറിക്ഷയുണ്ട്, ഓട്ടോറിക്ഷയില് വിളിച്ചു പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചട്ടംകെട്ടുകളെല്ലാം, അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു സഹോദരനോട് ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാജി, നീ ഒരു കാര്യം ചെയ്യേ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കുമ്പസാരിച്ച ശേഷം മാത്രം നീ ഇതെല്ലാം വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു കള്ളൻ പോയി മറ്റേ കള്ളനോട് പാപങ്ങൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല. കാരണം എന്നെ കേൾക്കുന്നവനും കള്ളനാണ്, ഞാൻ അതിലേറെ കള്ളനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കുമ്പസാരത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോന്നു. അങ്ങനെ ഈ മനുഷ്യൻ നിരന്തരമായി എന്നെ ശല്യപ്പെടുത്തുകയും എൻ്റെ പുറകെ നടന്നുകൂടുകയും, ഇയാളോട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ അനുസരിക്കാൻ തയ്യാറായി. ഈ സമയത്ത് നമുക്കറിയാം, തൊടുപുഴയില് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ദർശനമുള്ള സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഞങ്ങള് ആ ഗ്രോട്ടോയിൽ അവിടെ ചെന്ന് മാതാവിന്റെ ആ ഗ്രോട്ടോയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും അവിടെയുള്ള സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് എനിക്കത് കുമ്പസാരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ ഒരു കൊച്ചനുണ്ട്. അച്ഛൻ പറഞ്ഞു, ചേട്ടൻ 5 മിനിറ്റ് സമയം പ്രാർത്ഥിക്കാൻ പറ. എനിക്ക് നല്ല ദേഷ്യമാണ് തോന്നി. ഒന്നാമതെ ഒട്ടും താല്പര്യമില്ല കുമ്പസാരിക്കാനായിട്ട്. കുമ്പസാരം എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അച്ഛൻ അങ്ങനെയും കൂടെ പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യമായി. എങ്കിലും ഈ അച്ഛൻ ഏതായാലും ഞാൻ അനുസരിച്ചു. എന്നാൽ ഈ വരുന്ന അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഒരു കരുണയുടെ ജപമാല ചൊല്ലി അവിടെ തന്നെ കുത്തിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ കൊച്ചച്ഛൻ എൻ്റെ അടുത്ത് വരികയും അച്ഛൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ നന്നായിട്ടെന്ന് പറയുമ്പോൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും എനിക്കൊരു ചെറിയൊരു സന്തോഷം തോന്നി. അത് മറ്റൊന്നുമല്ല, ഒതുക്കത്തില് ഒരു പുരോഗതിയോട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു. ഞാൻ അവസാനം ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞു, കുമ്പസാരെല്ലാം കഴിഞ്ഞു. എനിക്ക് യാതൊരു മാറ്റവും ഇല്ല, എനിക്ക് യാതൊരു സന്തോഷമില്ല, ഒന്നുമില്ല. അങ്ങനെ കുമ്പസാരം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യത്തെ ഡയലോഗ് ഇങ്ങനെയാ പറഞ്ഞത്, ചേട്ടനെ കുറെ മനുഷ്യർ വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വൈദികര്, അൽമായ ശുശ്രൂഷകര്, ഇതൊക്കെ ചേട്ടന്റെ ജീവിതത്തിൽ വേദന സംഭവിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സഭയിൽ ചേട്ടൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഈശോയുടെ നാമത്തിൽ ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത എന്ന് പറയുന്നത്, ഈ അച്ഛന്മാരെല്ലാം സൈക്കോളജി പഠിച്ചവരാണ്. അവരെൻ്റെ മനസ്സറിഞ്ഞ് സൈക്കോളജിയിൽ നമ്മൾ തകർക്കാൻ നോക്കുന്നതാണ്. ഞാൻ ഒന്ന് ഉള്ളുകൊണ്ട് ചിരിച്ചു, ഒരു കളിയാക്കുന്ന രീതി ഒരു ചിരിയൊക്കെ ചിരിച്ചു. അവസാനം ഈ അച്ഛൻ പറഞ്ഞു, അച്ഛാ കഴിഞ്ഞു അച്ഛാ, ഞാൻ ഏറ്റവും പോകട്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോ ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ മുട്ടുകുത്തിയിരുന്നു. അച്ഛൻ 2 കരങ്ങളും എടുത്ത് എൻ്റെ തലയിൽ വെച്ചിട്ട് ഇപ്രകാരം എന്ത് പ്രാർത്ഥിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അച്ഛൻ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ
എൻ്റെ തലയിൽ നിന്നും എന്തോ ഒരു സാധനം അരിച്ച് അങ്ങ് ഇറങ്ങുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു വലിയ അരിപ്പ്, ഒരു തരിതരിപ്പ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കും അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമായിരുന്നു. എന്നാൽ നെറുകം തല മുതൽ ഉള്ളംകാല് വരെ എന്തോ തരിച്ചിറങ്ങി. ഈ സമയത്ത് എൻ്റെ ചങ്കിൽ നിന്നും ഒരു വലിയൊരു ഒരു ഒരു അനുതാപം ഉണ്ടാകുകയും ഞാൻ വാവിട്ട് കരയുകയും അതിനുശേഷം അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കടന്ന് ഒരു 5 മിനിറ്റ് സമയം കടന്ന് കരഞ്ഞു. അച്ഛൻ്റെ കാൽപാദം കണ്ണുനീര് കൊണ്ട് കഴുകി. അവിടുന്ന് അച്ഛൻ എന്നെ പിടിച്ച് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ അവിടുന്ന് പള്ളിയിലേക്ക് കയറുന്നത്, ആ കുമ്പസാരക്കൂട്ടിൽ നിന്നും പള്ളിയിലേക്ക് കയറുന്നത് ഒരു ബലമില്ലാത്ത, ശരിക്കും ബോള് പോലെ ഒരു കനമില്ലാത്ത പറന്നു കയറുന്ന രീതിയിലാണ് ഞാൻ നേരെ മാതാവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. മാതാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ അമ്മ മാതാവേ, ഇനി ഒരിക്കലും ഒരു പുരോഹിതനെ കുറ്റം പറയാനോ തിരുസഭയെ കുറ്റം പറയാനോ എന്നെ അനുവദിക്കരുത്. അത് മാത്രമല്ല, ഇനി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കണം. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അവിടെ തിരിച്ചു പോരുകയും ചെയ്തു. അന്ന് തൊട്ട് നമ്മുടെ വീട്ടില് എല്ലാ ദിവസവും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹമായിരുന്നു, പ്രകാരം പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചെറിയ പള്ളിയിൽ എന്നെ കപ്പ്യാരാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനൊരു മടിയനായതുകൊണ്ട് വിശുദ്ധ കുർബാന മുടങ്ങും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടും അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ ആ വർഷം 1-2 വർഷം ആവത്തിനുള്ളിൽ തന്നെ ഞാൻ മുതലക്കോടം പള്ളിയിലെ കപ്പ്യാരായി മാറി. എന്ന് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നു, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് എല്ലാവരോടും ഒരു സ്നേഹമാണ്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ എന്തായിരുന്നതോ അത് മുഴുവനും ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ കുമ്പസാരക്കോളിൽ തുറന്നു പറഞ്ഞപ്പോൾ ദൈവം എന്നെ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അന്ന് വരെ ഉണ്ടായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം പരിഹാരം കാണുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. ഇന്ന് വളരെ മനോഹരമായിട്ട് ഒരു 7 വർഷമായി ഞാനിപ്പോൾ മുതലക്കോടം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റു പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു, എപ്പോഴെല്ലാം ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തുന്നു അപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുമ്പസാരക്കൂടി ചെല്ലുമ്പോൾ വൈദികന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയുടെ മുമ്പിലാണ് നിൽക്കുന്ന ഒരു ബോധ്യത്തോടെ പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തി തിരിച്ചു വന്ന് പരിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ കുർബാന തീരരുതേ എന്നൊരു ആഗ്രഹവും ഒരു വലിയ ഉൾവിളിയും എനിക്ക് ഉണ്ടാകാറുണ്ട്. അതുവഴി വളരെ സന്തോഷത്തോടെയും വളരെ സമാധാനത്തോടെ മുന്നേറുന്നു. ഒപ്പം തന്നെ ഈ സുവിശേഷ പ്രഘോഷത്തിന്റെ ഈ ശുശ്രൂഷയില്, പ്രത്യേകിച്ച് മിസ്യോയില്, അവിടെ ആ ഓൺലൈനിലും അതുപോലെ അവിടെ വന്ന് കൂടാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുതലക്കോടത്ത് ഈ ശുശ്രൂഷ നടത്താനും പറ്റിയിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എന്ത് ആഗ്രഹിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം ഈശോ എന്നിലൂടെ നയിക്കുന്നു. ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവരും നല്ലൊരു കുമ്പസാരം നടത്തി മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാനും 8 മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ സന്തോഷത്തോടെ മുതലക്കോടത്ത് ജീവിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു ഷാജി ചേട്ടാ. ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് മാനസാന്തരം എന്ന് വളരെ വ്യക്തമായി ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായി സീന ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി വിശ്വാസ പ്രത്യുത്തരം നൽകിക്കൊണ്ട് നല്ലൊരു കുമ്പസാരത്തിലൂടെ കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുകൊണ്ടാണ് മിക്ക പ്രവാചകൻ 7:19 വചനം പറയുന്നു, ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയുമെന്ന്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സ്നേഹത്തോടുകൂടി, എത്ര സമാധാനത്തോടു കൂടിയിട്ടാണ് ഈശോയോടൊപ്പം ആ വ്യക്തി ആയിരിക്കുക എന്നുള്ളത്. ഇവിടെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിക്കൊണ്ട് മാനസാന്തരത്തിലേക്ക് വന്ന ആ വ്യക്തിയുടെ ഒരു ചിത്രമാണ്
നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് എഫേസ്യർ 2:13 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. പരിപൂർണമായിട്ട് ക്രിസ്തുവിൽ വിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും വിശിഷ്യ ആശ്രയബോധത്തിന്റെയും പരിണിത ഫലമാണ് മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൂർണ്ണമായി നമ്മളെ രക്ഷിച്ചവനിലുള്ള വിശ്വാസം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, പൂർണ്ണമായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അത് ഉപേക്ഷിക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക, വിശിഷ്യ എല്ലാത്തിന്റെയും ആശ്രയം തമ്പുരാനിലായിരിക്കുക. അതിന്റെ പരിണിത ഫലമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 143 ഖണ്ഡികയിൽ അനുദപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അനുദപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ അവന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതുവരെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ തന്റെ അസ്തിത്വം ഒന്നും തന്നെ ബാക്കി വെക്കാതെ മുഴുവനുമായി സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. അതാണ് മാനസാന്തരം എന്ന് CCC നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ജീസസ് യു ആർ മൈ എവരിത്തിങ്, എല്ലാറ്റിനും ഉപരി ദൈവമേ നീയാണ് എനിക്ക് എല്ലാം എന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:29 തിരുവചനം, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഈ വചനം ആദ്യമൊക്കെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് തന്ന എല്ലാത്തിനെയും പരിത്യജിക്കണം എന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭർത്താവ്, മക്കള് എല്ലാം അവരുടെ നിറവുകളും കുറവുകളും എല്ലാം സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ, അവരെ തമ്പുരാന് സമർപ്പിക്കുമ്പോൾ അത് 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. എൻ്റെ മക്കള്, ഞങ്ങള് വിവാഹ ജീവിതത്തിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാ. അങ്ങനെ മക്കളില് ഒത്തിരി ആന്തരിക മുറിവുകൾ ഉണ്ടായി. ഞാൻ ഈ മിസ്സിയോ കോഴ്സിൽ സംബന്ധിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഇതെല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം. അങ്ങനെ മക്കളുടെ ഈ ആന്തരിക മുറിവുകളെയും അവർക്കേറ്റ നൊമ്പരങ്ങളെയൊക്കെ തമ്പുരാന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു മക്കളിലുള്ള ആത്മീയത വളരുന്നത്. അവരുടെ ബുദ്ധിപരമായ തലത്തില്, അവരുടെ പഠന മേഖലയിലൊക്കെ അവർക്ക് മികവ് പുലർത്തുന്നത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്തിനൊക്കെ നമ്മൾ തമ്പുരാന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അത് 100 ഇരട്ടിയായിട്ട് തമ്പുരാൻ അത് തിരിച്ചു തരും എന്നുള്ളത്. നമുക്ക് വിശുദ്ധ ബൈബിളില് ഒത്തിരി വ്യക്തികൾ ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയതായിട്ട് കാണും. വിശിഷ്ടമായ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയതാണ് പരിശുദ്ധ അമ്മയുടെ സമർപ്പണം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ ആ ദൂതന്റെ മുമ്പിൽ പറഞ്ഞു. അമ്മ പരിപൂർണ വിശുദ്ധിയായിരുന്നു. മാത്രവുമല്ല, അമ്മയ്ക്ക് അറിയാം, ഒരു വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാല് ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് അമ്മയ്ക്ക് അറിയാം. എല്ലാം അമ്മയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും എല്ലാം തമ്പുരാനിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെയാണ് ശിമിയോന്റെയും അന്ത്രയോസിന്റെയും സമർപ്പണം. നമുക്ക് നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് സമർപ്പിക്കാനായിട്ട് സാധിക്കുമ്പോഴോ, അതാണ് യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അവരുടെ ഉപജീവന മാർഗമായിരുന്നു വല എന്നുള്ളത്. അവര് നല്ല രീതിക്ക് മീനൊക്കെ പിടിച്ച് നല്ല ഉപജീവന മാർഗം നേടിയവരാ, കുടുംബമെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നവരാ. എന്നാൽ ഈശോ അവരുടെ അടുക്കൽ വന്ന് എന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉപജീവന മാർഗമായ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു.
ലേവിയുടെ സമർപ്പണം. നമുക്കറിയാം, ചുങ്കക്കാരൻ ലേവി. അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. തോമാസിന്റെ സമർപ്പണം. തോമാസ് ലീഹ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും കൂടെയുള്ള തന്റെ സുഹൃത്തുക്കളെല്ലാം തമ്പുരാനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ആ കൈവിരലില്, ആ പാടുകളില് എന്റെ കൈവിരലിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് തമ്പുരാനെ കണ്ടപ്പോൾ തന്റെ ജീവിതത്തിന്റെ ഉടമയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ തോമസ് ലീഹ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണം നടത്തി. സാവൂളിന്റെ സമർപ്പണം നമുക്ക് സുപരിചിതമാണ്. സാവൂൾ ആയിരുന്ന സമയത്ത് അവൻ നല്ല രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയം. എന്നാൽ തമ്പുരാൻ അവന് ആവശ്യമുണ്ടായിരുന്നു. അവനെ നിലം പതിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന്. തന്റെ മുമ്പിലായിരിക്കുന്നവ എന്താണെന്നും താൻ ആരുടെ മുമ്പിലായിരിക്കുന്നു എന്നും സൗളിന് മനസ്സിലായി. പിന്നീട് നമുക്കറിയാം, സൗൾ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ പൗലോസായി മാറിയത്. പാപിനിയായ സ്ത്രീയുടെ സമർപ്പണം. ശിമിയോന്റെ ഭവനത്തിലെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഈ സ്ത്രീയുടെ പൂർവ്വകാല ചരിത്രം. എന്നാൽ അതൊന്നും കാണാതെ അവിടെ തമ്പുരാന്റെ യേശുവിന്റെ മുമ്പിൽ പോയി അവന്റെ കാൽക്കൽ വീണ് കണ്ണീരുകൊണ്ട് കാൽപാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി തന്നെ പൂർണ്ണമായും ഈശോയുടെ മുമ്പിൽ അവിടുന്ന് ആ സ്ത്രീ അവിടെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്നാണ് യേശു ക്രിസ്തു അവളോട് പറഞ്ഞത്. ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം നടത്തുമ്പോൾ ആ മകൾക്ക് ലഭിച്ചത് വലിയ ഹൃദയ സമാധാനവും വലിയ സ്വാതന്ത്ര്യവുമായിരുന്നു. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടായ എല്ലാ പോസിറ്റീവ്സും നമ്മൾ പൂർണ്ണമായും തമ്പുരാനെ സമർപ്പിക്കണം. നമ്മുടെ ധന്യതകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, ബന്ധങ്ങൾ, സമ്പത്ത്. ഇനി നമുക്കുണ്ടായ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും മാത്രം സമർപ്പിച്ചാൽ മതിയോ? നമുക്കുണ്ടായ നെഗറ്റീവ്സ്, നമ്മുടെ പാപങ്ങള്, നമ്മുടെ ആന്തരിക മുറിവുകളെല്ലാം തമ്പുരാനെ സമർപ്പിക്കണം. അതും നോക്കിക്കൊണ്ട് തന്നെയാണ് തമ്പുരാൻ ഇരിക്കുന്നത്. നമ്മുടെ ഭാരങ്ങൾ, തഴക്കദോഷങ്ങൾ, പിരിമുറുക്കങ്ങൾ സകലതും പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് നടത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4:34 ആദിമ ക്രിസ്ത്യാനികളിലെ ആളുകള് അപ്പോസ്തലന്മാരുടെ മുമ്പില് തങ്ങൾക്കുള്ളതെല്ലാം അവരുടെ കാൽക്കിൽ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവയെ അവയെത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കിൽ അർപ്പിച്ചു. ആദിമ ക്രിസ്ത്യാനികളുടെ സമ്പൂർണ്ണ സമർപ്പണം. യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ സമർപ്പണം. കൊളോസസ് 1:22 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പ്രകാരം ചെയ്തത്. യേശു ക്രിസ്തു പൂർണ്ണമായി പിതാവിന്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി. പിതാവിന്റെ മുമ്പിൽ നാം എല്ലാവരും പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി കാണപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഇപ്രകാരം ചെയ്തത്. നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണം ഇവിടെ ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റോമർ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന്റെ നവീകരണം അഥവാ രൂപാന്തരികൾ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന്? മാനസാന്തരം പഴയ പാപങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമാണോ? അതോ പുതിയ പ്രാർത്ഥനകളും പുതിയ നല്ല തീരുമാനങ്ങളും പദ്ധതികളുമായുള്ള ജീവിതമാണോ യഥാർത്ഥ മാനസാന്തര ജീവിതം? സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി മനസ്സിലാക്കി അവന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് യഥാർത്ഥ മാനസാന്തരം. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനാക്കി മനസ്സിലാക്കി നമുക്കുള്ളതെല്ലാം പൂർണ്ണമായി അവനിൽ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ അള്ളിപ്പിടുത്തങ്ങൾ നമുക്ക് വിടേണ്ടതായിട്ട് വരും. ഇവിടെ ഈ ചിത്രത്തിൽ നമുക്കറിയാം, തലങ്ങും വിലങ്ങും കിടക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. കുറെ അള്ളിപ്പിടുത്തങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്.
ബന്ധനമായ കുറെ ബന്ധങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ബന്ധനങ്ങളായ ബന്ധങ്ങൾ ആ അള്ളിപ്പിടുത്തങ്ങൾ നമ്മൾ വിടണം. സമ്പത്തിന്റെ ആർഭാടങ്ങള്, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിന്റെ ആർഭാടത്തിൽ നമ്മൾ പോകുന്നുണ്ട്. ആ അള്ളിപ്പിടുത്തം നമ്മൾ വിടണം. ബന്ധനമായുന്ന ചില സാഹചര്യങ്ങൾ, ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ നമുക്ക് ബന്ധനമായി മാറാറുണ്ട്. അതുപോലെ തഴക്കങ്ങളിൽ ആ അള്ളിപ്പിടുത്തങ്ങൾ നമ്മൾ വിടണം. ലോകത്തിന്റെ അറിവുകൾ നൽകുന്ന നെഗറ്റീവ് ചിന്തകൾ, ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചാൽ പോരെ, പ്രാർത്ഥിക്കേണ്ട, കൂദാശ ജീവിതം വേണ്ട, പ്രവർത്തനം മാത്രം മതി. അങ്ങനെ ലോകം തരുന്ന കുറെ നെഗറ്റീവ് ചിന്തകള്, ഇങ്ങനെയുള്ള അള്ളിപ്പിടുത്തങ്ങള് നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. അതായത് എല്ലാം ദൈവഹിത പ്രകാരം നടക്കാൻ നമ്മെ തന്നെ ഉത്തിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതാണ് മാനസാന്തരം. എന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും, ദുഃഖമായാലും രോഗമായാലും എന്ത് തന്നെ ഉണ്ടായാലും എല്ലാം ദൈവഹിത പ്രകാരം നടക്കാൻ നമ്മെ തന്നെ ഉത്തിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വരികയാണ്. ഞങ്ങളുടെ മൂത്ത മോള് BSc നഴ്സിംഗ് പഠിക്കുകയാണ്. അവളുടെ സെക്കൻഡ് ഇയർ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് ബാങ്ക് ലോൺ, അവർക്ക് പറ്റിയ തെറ്റിന്റെ ഫലമായിട്ട് ഡേറ്റിലുണ്ടായ ഒരു പ്രശ്നം വന്ന് ലോൺ പാസ്സായില്ല. 2 ദിവസം മാത്രമേ ഫീസ് അടയ്ക്കാനായിട്ടുള്ളൂ. അത് അടച്ചില്ലെങ്കിൽ ആ സെമസ്റ്റർ കട്ടായി പോകുന്ന അവസ്ഥയാണ്. എന്നാൽ ആ ഒരു രാത്രിയിൽ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് തമ്പുരാനോട് അത് ഏറ്റുപറഞ്ഞു, നീ ഇതിൽ പ്രവർത്തിക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പൂർണ്ണമായൊരു സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ ഒരു ദിവസത്തെ രാത്രി കൊണ്ട് അവൾക്ക് അടയ്ക്കാനുള്ള പൈസ ഞങ്ങളുടെ ബാങ്കിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. നമ്മൾ പൂർണ്ണമായി ഒരു സമർപ്പണം നടത്തുമ്പോൾ അതിന്റെ ഫലം വളരെയധികം ആനന്ദവും സമാധാനവുമായിരിക്കും. എല്ലാം ദൈവഹിത പ്രകാരം നടക്കാൻ നമ്മെ തന്നെ ഉത്തിതനായ ക്രിസ്തുവിനെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ജഡിക മനുഷ്യരിൽ നിന്ന് ആത്മീയ മനുഷ്യരിലേക്കുള്ള ഒരു മാറ്റമാണത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ്, ദുർമോഹങ്ങളാൽ കലുഷിതമായ മനസ്സിനെ അഥവാ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമേ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുമ്പോൾ മാത്രമേ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് എനിക്കൊന്നുമില്ലെന്നും എല്ലാറ്റിന്റെ മേൽ അധികാരമുള്ളവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുമുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് മാനസാന്തരത്തിന്റെ പ്രതിഫലനം. എനിക്കൊന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവൻ, എല്ലാറ്റിന്റെയും അധികാരമുള്ളവൻ എന്റെ കൂടെയുണ്ട്, എന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്നതാണ് മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടിട്ടുള്ള തമ്പുരാന്റെ മുമ്പില് നമ്മളെ ഒന്ന് സമർപ്പിക്കുമ്പോൾ അവൻ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്നും രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്രയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആ വഴികളിൽ നിന്ന് നമ്മൾ രക്ഷിച്ചവന്റെ കൂടെ കൈ പിടിച്ചിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു മടക്കയാത്രയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ 14:6 വചനം പറയുന്നു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. റോമർ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? യഥാർത്ഥ മാനസാന്തര പ്രത്യുത്തരം നൽകിയ വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും എന്നെ വേർപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന്. ഗലാത്യ 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിന്റെ കൈ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു മാനസാന്തരം ഫിലിപ്പി 4:3-12 വചനം പറയുന്നു, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അല്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. എന്തെന്നാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. മാനസാന്തര ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നിരന്തരമായുള്ള നമ്മളുടെ ഒരു പ്രവർത്തനമാണ്. അത് കിട്ടിക്കഴിഞ്ഞെന്നോ പരിപൂർണമായെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വന്തമാക്കാൻ വേണ്ടി തീവ്രമായി അനുദിനം നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്.
യേശുക്രിസ്തു നമ്മെ സ്വന്തമാക്കിയിരിക്കുന്ന എന്ന അവബോധമാണ് പരിപൂർണതയിൽ എത്തിച്ചേരുമെന്ന പ്രത്യാശയിൽ നമ്മെ വളർത്തുന്നത്. ഈ അവബോധത്തിൽ എത്രമാത്രം നാം ആഴപ്പെടുന്നുവോ അത്രമാത്രം മാനസാന്തരത്തിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകും. യേശുക്രിസ്തു എന്നെ എല്ലാറ്റിന്റെയും ഉടയവനായ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള അവബോധം എത്രമാത്രം എന്നിൽ ആഴപ്പെടുന്നുവോ അത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് മാത്രമല്ല അനുഭവിക്കാൻ പറ്റുക, അത് മറ്റുള്ളവർക്കും അത് അനുഭവവേദ്യമാകാനായിട്ട് സാധിക്കും. മാതാവിന്റെ സങ്കീർത്തനം പറയുന്നു, മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഒരു മാതാവിന്റെ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ശിശുവിന് യാതൊന്നും ഭയപ്പെടാനില്ല. ശാന്തമായി ആ കുഞ്ഞുറങ്ങും. അതുപോലെയാണ് ഒരു മാനസാന്തര പ്രത്യുത്തരം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ 18:3 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് യാതൊന്നിനെ കുറിച്ചും ഭയമില്ല, യാതൊരു ടെൻഷനും ഇല്ല. ഇതുപോലെയാകണം നമ്മുടെ ജീവിതം. നമ്മളെ രക്ഷിച്ചവന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാതൊന്നും ഭയപ്പെടാനോ യാതൊന്നിനെ കുറിച്ചോ ടെൻഷൻ എടുക്കാനോ നമുക്ക് നേരവുമില്ല, സാധിക്കുകയുമില്ല. അങ്ങനെ തമ്പുരാന്റെ മുൻപിൽ സർവ്വതും സമർപ്പിച്ച് സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. താങ്ക് യു സീന ചേച്ചി. സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനാക്കി മനസ്സിലാക്കി അവന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ്, നമ്മെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരമെന്ന് സീന ചേച്ചി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അടുത്തതായി ചില അറിയിപ്പുകളാണ്. മിസിയോ പ്രിലിംസ് ബാച്ച് 18 മെയിൻ ഗ്രൂപ്പിൽ ഉള്ളവരിൽ സാധിക്കുന്ന എല്ലാവരും ശനിയാഴ്ചത്തെ മെയിൻ സെഷനിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമേ. ഏതെങ്കിലും കാരണവശാൽ നേരിട്ട് മെയിൻ സെഷനിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ ദയവായി സബ് ഗ്രൂപ്പ് മീറ്റിംഗിന് മുൻപായി യൂട്യൂബ് ലിങ്കിൽ സെഷൻ കാണേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ കറകൂറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 7012574557 അല്ലെങ്കിൽ 9746917273 എന്ന ഫോൺ നമ്പറുകളിലായി ബന്ധപ്പെടുക. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. രാവിലെ 9 മുതൽ 4:30 വരെയാണ് കോഴ്സ് സമയം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9526038446 എന്ന നമ്പറിലോ 8921853500 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. നവംബർ 9 മുതൽ 14 വരെ തീയതികളിൽ കൊല്ലം പത്തനാപുരം സെന്റ് സേവിയേഴ്സ് വിദ്യാനികേതൻ ആനിമേഷൻ സെന്ററിൽ വെച്ച് ചെറുപുഷ്പം ബഥനി സിസ്റ്റേഴ്സിനും അൽമായ ശുശ്രൂഷകർക്കുമായി മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി 7012574557 എന്ന നമ്പറിലോ 9746917273 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കുമൊക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്.
PDF ഫയലായിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷന് വേണ്ടി ആലീസ് കുട്ടി ആന്റിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോബി, താങ്ക് യു. അതിനിടയ്ക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ പറ്റി. ഒത്തിരി സന്തോഷം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്കറിയാമല്ലോ, അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷേ പാപാവസ്ഥയിൽപ്പെട്ടത് കാരണം, ആദ്യ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേട് കാരണം പെട്ടുപോയെന്നും, പക്ഷെ 2000 കൊല്ലം മുമ്പ് ഈശോമിശി ഇവിടെ വന്ന് മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ എല്ലാ പാപങ്ങളും തന്റെ മേലെടുത്ത് ഈശോ കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞ് വീണ്ടെടുത്ത് കഴിഞ്ഞതാണെന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പ്രത്യുത്തരമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഇന്നും കേട്ടോണ്ടിരിക്കുന്നത്. അതായത് ഈശോ നമ്മളെ രക്ഷിച്ചു, ഈശോ നമ്മുടെ രക്ഷകനാ, ഈശോ എന്നിട്ട് വഴിയും സത്യവും ജീവനും എല്ലാം ഞാനാണെന്നൊക്കെ പറഞ്ഞ ഈശോ എല്ലാ രക്ഷയും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രത്യുത്തരത്തിനെ ക്ഷണിക്കുക. അവിടെ നമ്മൾ പ്രത്യുത്തരിക്കേണ്ടത് സെയിന്റ് അഗസ്റ്റിനൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നിന്നെ കൂടാതെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹകരണം കൂടാതെ രക്ഷിക്കാൻ പറ്റില്ല. സദ്യ ഉണ്ടാക്കി വെക്കാനല്ലേ പറ്റുള്ളൂ, ക്ഷണിക്കാൻ നമുക്ക് ഉപമയൊക്കെ ഈശോ പറഞ്ഞതൊക്കെ നമുക്കറിയാമില്ലേ. വലിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ട് എല്ലാവരെയും വിളിച്ചു, ആദ്യം ഇൻവിറ്റേഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു പറഞ്ഞു, ചെന്ന് വിളിച്ചപ്പോഴും അവർക്ക് നേരമില്ല, പിന്നെ വഴിയെ വന്നവരെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ തമ്പുരാൻ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചു. ഇനി അത് നമ്മുടെ സ്വന്തമാക്കണല്ലോ. ഓരോരുത്തരും അത് പോയി ഏറ്റുവാങ്ങണമെന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ മക്കളുടെ ലേഖനത്തിലൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടതാ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം യോഹന്നാന്റെ ലേഖനം 1 സുവിശേഷം 1:12 പറയുന്നു, അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഈശോ വന്നത് ജീവന്റെ സമൃദ്ധി തരാനാണ്. അത് നമ്മുടേതാകണമെങ്കിൽ അവനെ സ്വീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചവനെന്ന് ഉയർപ്പിച്ചു, അവൻ ഇന്നും ജീവിക്കുന്നു, സ്വർഗത്തിലെ മുകളിലുള്ള എല്ലാ അധികാരവും എനിക്കാണെന്നൊക്കെ ഈശോ പറഞ്ഞറിയാം. അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ശരിക്കും ജീവിതം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോഴാണ് ആ 2000 കൊല്ലം മുമ്പ് ഈശോ നേടിയെടുത്ത രക്ഷ നമ്മുടെ ഓരോരുത്തരുടേതാകുന്നത്. സ്നാപകനൊക്കെ പറഞ്ഞില്ലേ, വിശ്വസിച്ചെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞില്ലേ. ഇന്ന് നമ്മള് ആ വിശ്വാസവും മാനസാന്തരത്തെ കുറിച്ചാണ് നമുക്കറിയാം. ടെസിയുടെ പ്രൊക്ലമേഷനും സീനയുടെ പ്രസന്റേഷനും ഷാജിയുടെ ടെസ്റ്റിമണി എല്ലാം നമുക്ക് ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് അവിടെ ഇല്ലായിരുന്ന കഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. പറഞ്ഞില്ലേ, വാശി പിടിച്ചില്ലേ, ഞാൻ വിശ്വസിക്കുകയല്ലോ, ഈശോയുടെ മുറിവ് കൈയിട്ടാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടത് ഈശോ വന്നിട്ട് തോമസിനെ വിളിച്ച് നിന്റെ വിരൽ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. വിരലിട്ട കാര്യമൊന്നും നമ്മൾ അതിനകത്ത് സുവിശേഷത്തിലില്ല. ഏതായാലും തോമസ് ലീഗ ശരിക്കും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് അവിടെ അന്നേരം വീണത് അല്ലേ, അതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. എന്നിട്ട് ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് ജീവിതം മുഴുവൻ അവിടെ ഇതുവരെ പറഞ്ഞ പിടിവാശികളെല്ലാം വിട്ടിട്ടൊരു സമർപ്പണം. ഇതുപോലെ വിശ്വാസത്തിന്റെ ശരിക്കുള്ള വിശ്വാസം വരുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാ മാനസാന്തരം. ഈശോ രക്ഷകനാണ് കർത്താവാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്ക് നമ്മുടേതായ വഴികളിൽ നിന്നെല്ലാം സാവൂളിന്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ക്രിസ്ത്യാനികളെ നശിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂള് ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി പോയ കഥയൊക്കെ നമുക്കറിയാം. സമരക്കാരി സ്ത്രീയുടെ കാര്യം അറിയാം. അവർ പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്,
മിശിക എന്ന് പറഞ്ഞപ്പോഴേ ഉടനെ അവളെല്ലാം ഇട്ടൊരു പോക്ക്. അപ്പൊ ഇതുപോലെ ഒരു സമ്പൂർണമായിട്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും ദൈവവുമായിട്ട് എല്ലാമായിട്ട് നാഥനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഒരു സമ്പൂർണ്ണമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ഇങ്ങനെ ഒന്ന് ഈശോയെ ആ ജീവിതത്തിലോട്ട്, അതൊരു നാളാരോട് പറയുന്ന ഒരു കാറ് ഈശോ ഇങ്ങനെ വഴിക്ക് യാത്രക്കാരനായിട്ട് നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയും നിൽക്കുകയാണേ. അപ്പം നമ്മളിങ്ങനെ പലതരത്തിൽ നമുക്ക് ഈശോയോട് പ്രതികരിക്കാം, ഇല്ലേ? ലിഫ്റ്റ് വേണോ, പോരുന്നോന്ന് ചോദിച്ചു, അല്ലെങ്കിൽ വായോ വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കയറ്റി ഇരുത്തിക്കൊണ്ട് പോകാം. പക്ഷെ ഈശോയെ നമ്മുടെ ജീവിതത്തിലോട്ട് കയറ്റിയിട്ട് ആ ജീവിതത്തിന്റെ ഡ്രൈവർ സീറ്റ്, ഡ്രൈവറുടെ ആ ഇതങ്ങോട്ട് സീറ്റ് കൊടുത്തിട്ട് ഇനി ഈശോ കൊണ്ടുപോകുന്നിടത്ത് ഞാൻ പോകാമെന്ന മട്ടിലുള്ള ഒരു സമ്പൂർണമായിട്ടൊരു വിട്ടുകൊടുക്കല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. വിടുക ഈശോയുടെ കയ്യിലോട്ട്. അപ്പൊ അതിന് സീന പറഞ്ഞ് അള്ളിപ്പിടുത്തം വിടണമെന്ന് പറഞ്ഞു. നമ്മളെല്ലാം നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബന്ധനത്തിലാക്കുന്നുണ്ട്. ഞാൻ അവർക്കറിയാം, ഒരു പുസ്തകം വായിച്ചു പോയതിനകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. ഒരു കുന്നിന്റെ മകളിൽ കൂടെ ഒഴുകി വരുന്ന ഒരു നദിക്കകത്ത്, നദി ഇങ്ങനെ പല ഉറവകൾ വന്ന് നദിയാണ് ശക്തിയിലോടുക, കുന്നിന്റെ മുകളിലായിരുന്നു നല്ല ശക്തിയിലോടുക, ഒഴുകുക. അപ്പൊ അതിന്റെ അടിത്തട്ടിലൊക്കെ കുറെ പാറക്കെട്ടുകളിലും തടികളിലും ഒക്കെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു ജീവിയുണ്ട് അത്രയും. അപ്പൊ ഈ ജീവികളോടൊക്കെ പിറന്ന ആള് മുതൽ കാരണവന്മാർ പറയും, പേരൻസ് പറയും, മുറുകെ പിടിച്ചോണം, വിട്ടാ പോവും, ഒഴുക്ക് തന്നെ തലയടിച്ച് കൊന്നുകളയും എന്നൊക്കെ പറയുവേ. അപ്പൊ ഇവരെല്ലാം അള്ളിപ്പിടിച്ച് കിടക്കുമ്പോ ഒരു യൂത്ത് ജീവി ഒരിക്കൽ പറഞ്ഞത്രേ, ഓ ജനിച്ച നാള് മുതൽ അള്ളിപ്പിടിച്ച് കിടന്ന് മടുത്ത് ബോറടിക്കുന്നു, ഞാൻ വിട്ടു. അപ്പൊ ചുറ്റുപാട് നിന്നവരെല്ലാം പറഞ്ഞു, അയ്യോ വിട്ടാ പോകും, നിന്റെ തല തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞു. കാരണം ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തത്രേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ പറഞ്ഞു, ആരെന്നാ പറഞ്ഞാലും ഞാനിത് വിടുന്നെന്നും പറഞ്ഞുകൊണ്ട്, ഒഴുക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് അതിനറിയാം, ഞാൻ അതിന്റെ ഭാഗമാകും, ഞാൻ പോകുക എന്നും പറഞ്ഞു ഒറ്റ വിടിയിൽ വിട്ടെന്നാ പറയുന്നത്. ഏതായാലും ഇവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ എടുത്ത് കാറൊക്കെ കുത്തി പോകുന്ന കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇഞ്ഞിരിക്കുമെന്ന്. ഏതായാലും ഇവനിങ്ങനെ ഈ ഒഴുക്കെടുത്ത് കറക്കി കുത്തി ഒരു 2-3 കറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി ബിക്കെയിം പാർട്ട് ഓഫ് ദ കറണ്ട് എന്നാ പറയുന്നത്. അതായത് ആ ഒഴുക്കിന്റെ ഭാഗമായിട്ട് അവൻ ഇങ്ങനെ പറന്നു പോവുക. നമുക്കറിയാം ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറയല്ലേ. അപ്പൊ പിന്നെയും താഴ്വാരങ്ങളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ താഴെ കിടക്കുന്ന ജീവികളൊക്കെ മുകളിലോട്ട് നോക്കിയിട്ട്, ആ അത്ഭുതം, ഇതാ നമ്മളെപ്പോലൊരു ജീവി പറന്നു പോകുന്നു, ഒരു പക്ഷെ നമ്മളെ രക്ഷിക്കാൻ വന്ന രക്ഷകനായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞത്രേ. അപ്പൊ ഇവന് കേട്ടപാടെ വിളിച്ചു പറഞ്ഞു, ഞാൻ കൂടുതൽ രക്ഷയൊന്നുമല്ല, നിങ്ങൾക്കും രക്ഷപ്പെടാൻ കൈവിട്ടാൽ മതിയെന്ന്. പക്ഷെ ഒഴുക്കായിരുന്ന കാരണം ഇവർക്ക് കേൾക്കാൻ പറ്റിയില്ലെന്നാ പറയുന്നത്. അപ്പൊ അത്ര സിമ്പിളാണെന്ന് പറയുക. നമ്മളെ ഈ ഒരുപാട് കാര്യങ്ങൾ അത് കണ്ടുപിടിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മള് പാപങ്ങളുടെ മേഖല കണ്ടുപിടിച്ച് നല്ലോണം ഒരു കുമ്പസാരിക്കാൻ ഒരുങ്ങുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും സമർപ്പണത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഇവരെ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവും പോസിറ്റീവും. മഹാദാസ് രാജാവിന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? തൊട്ടതെല്ലാം പൊന്നാടമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ചവിട്ടിയുടെ തൊട്ടാലും ചാണകക്കുണ്ടി തൊട്ടാലും സ്വർണത്തെ തൊട്ടാലും തങ്കത്തെ തൊട്ടാലും എന്നിട്ട് അവസാനം ഭാര്യ വന്നപ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിച്ചപ്പോഴും ഭാര്യ വിഗ്രഹമായി, സ്വർണ്ണ വിഗ്രഹമായി പോയത്രയും. കൊച്ചുണർന്ന് എഴുന്നേറ്റ് ഓടി വന്നപ്പോഴേക്ക് കൊച്ചിനെ എടുത്തപ്പോഴത്തേക്ക് അത് സ്വർണ്ണ വിഗ്രഹമായി. അത് മഹാദാസ് രാജാവിന്റെ കഥ. നമ്മളിപ്പോ പറയുന്നത് ഇവരൊക്കെ പറഞ്ഞ ഒരു വാചകമുണ്ട്, കൊറിന്തോസ്യർക്ക് ലേഖനത്തിൽ നിന്ന് പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രോഗങ്ങളായിട്ടും പ്രതീക്ഷകളായിട്ടും സ്വപ്നങ്ങളായിട്ടും ആഗ്രഹങ്ങൾ എന്താണെങ്കിലും എല്ലാം ഒന്ന് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്നല്ലേ തമ്പുരാൻ പറഞ്ഞത്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പൗലോസ് പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയ സൽപ്രവർത്തികൾ ഏതാണെന്ന് അറിഞ്ഞ് ചെയ്യാനാകണമെങ്കിൽ ഈശോയുടെ കൂടെ നിൽക്കണം. അവർ പറഞ്ഞല്ലോ, അതായത് രക്ഷിച്ചവന്റെ കൂടെ നടപ്പ്, നമ്മുടെ വഴിയിൽ നിന്ന് വിട്ട് രക്ഷിച്ചവന്റെ കൂടെയുള്ള നടപ്പാണ് ജീവിതമെന്ന്. അപ്പൊ ആ രക്ഷകനെ കർത്താവ് ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച്
ഈശോയുടെ കൂടെ. പൗലോസിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. പൗലോസ് പരിശുദ്ധാത്മാവിനെ തരും, അത് നമ്മൾ അടുത്ത ആഴ്ച കേൾക്കും. ഏതായാലും ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു വിടല്. അപ്പം വിടലാകണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ ഇതിന് ബന്ധിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് പതുക്കെ ഈ ഒരാഴ്ച മുഴുവൻ അങ്ങനെ ഒന്ന് ഒരു ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കുക. ക്ഷമിക്കാനാകാത്തവർ, നമ്മളോട് ക്ഷമിക്കാത്തവര്, സ്നേഹിക്കാൻ പറ്റാത്തവർ, ഒഴിഞ്ഞു മാറി നടക്കുന്നവര്, അല്ലെ നമ്മുടെ നമ്മൾ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങൾ, വിജയം, ജോലി, വീട്ടുകാരെ, സ്വന്തംകാരെ, ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ. എല്ലാം സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്, രോഗങ്ങള്, ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഉണ്ടാകണമെന്ന് ആശിക്കുന്നത് എല്ലാം ഒന്ന് എഴുതിയിട്ട് ഈശോയെ വിട്ടു. ഇനി നീ സമരക്കാരി സ്ത്രീയുടെ ജോഡിയില്ലേ, അതുപോലെ സക്കേവൂസ് പറഞ്ഞിട്ട് പകുതി ദരിദ്രർക്ക് ശരിക്കും അത് മുഴുവൻ പറ്റിച്ചെടുത്തവർക്ക് 4 ഇരട്ടി. അങ്ങനെയുള്ള ഒരു വിടല്, ഒരു കൊടുക്കല്, അങ്ങനെയൊരു സമർപ്പണത്തിന് ഈ ആഴ്ച നമുക്ക് തയ്യാറാകാം. അത്ഭുതം കാണും നമ്മുടെ ജീവിതത്തില്. ഷാജി പറഞ്ഞില്ലേ, ഒന്ന് കുമ്പസാരിച്ച് ആ ഒരു മേഖല വിട്ടപ്പോഴേക്ക് അത്രയായി. ഈ എല്ലാ മേഖലയും കൂടെ വിട്ടാലത്തെ കാര്യം എന്താകും അല്ലേ? അതുപോലുള്ളൊരു മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകട്ടെ. ആമേൻ. താങ്ക് യു അലിസാൻഡി. തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ, ലളിതമായ ഭാഷയിലൂടെ 6ാമത്തെ നിത്യസത്യമായ മാനസാന്തര പ്രത്യുത്തരത്തെക്കുറിച്ച് കാച്ചിക്കുറുക്കി വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നു. ലെറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോഡ്. അലിസാൻഡി പറഞ്ഞതുപോലെ അള്ളിപ്പിടുത്തങ്ങൾ ഒഴിവാക്കി മാനസാന്തര പ്രത്യുത്തരത്തിലൂടെ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാനസാന്തരത്തെ പറ്റി കേട്ടു, അള്ളിപ്പിടുത്തത്തെ പറ്റി കേട്ടു. എല്ലാം വിട്ടുകൊടുക്കുകയും കുമ്പസാരക്കൂട്ടാകുന്ന ദൈവത്തിൻ്റെ ആ ഭവനത്തിൽ പ്രവേശിച്ച് അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുതിയ വ്യക്തിയായിട്ട് നമ്മൾ തീരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കാത്ത കുറേ മേഖലകളുണ്ട്. പക്ഷെ ക്ഷമിച്ച വ്യക്തികളെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ചാർലി കിർക്കിൻ്റെ ഭാര്യ അവിടെ ശവസംസ്കാര സമയത്ത് തൻ്റെ ഭർത്താവിനെ കൊന്ന ആ ഘാതകന് ക്ഷമിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. ബുദ്ധിമുട്ടായിരുന്നു, പറഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. എങ്കിലും വലിയൊരു കയ്യടി അവിടെ ആ സമ്മേളനത്തിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കുവാനായിട്ട് പറ്റാത്ത മേഖലകളുള്ളപ്പോൾ കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അത് ഓർക്കുമ്പോൾ ഒത്തിരി നല്ലതായിരിക്കും. ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു സെൻറ്ററിൽ പോയപ്പോൾ വെട്ടുകാട് എക്സ് പ്രിസനേഴ്സിനെയൊക്കെ നോക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല കള്ളന് വേണ്ടിയിട്ടൊരു ഗ്രോട്ടോ പണിയുന്നുണ്ട്. അവിടെ നമുക്കറിയാം, നല്ല കള്ളന് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ചെയ്തു. അപ്പോൾ അവനെ ഓർക്കുന്നത്, അപ്പോൾ പ്രിസനേഴ്സിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഓർമ്മകൾ ഒക്കെ വേണ്ടിയിട്ട് നല്ല കള്ളന് വേണ്ടിയിട്ട് ഒരു ഗ്രോട്ടോ അവിടെ പണിയുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിൽ ഒരു പള്ളിയുമുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, നല്ല കള്ളന് വേണ്ടിയിട്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുത്ത് കർത്താവെ അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവന് സ്വർഗം ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ നമുക്കറിയാം. റാണി മരിയായുടെ ആ ഘാതകന് ആ റാണി മരിയയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അവർക്ക് മോചനം നൽകിയത്, ക്ഷമിച്ചത്, അല്ലെങ്കിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വെടിവെച്ച ഘാതകനെ ജയിലിൽ ചെന്ന് കണ്ട് അവന് മാപ്പ് കൊടുത്തത്, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെ തന്നെ ജീവിച്ചിരുന്ന അവസരത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിന് വിട്ടുകൊടുത്ത് പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഷാജി പറഞ്ഞതുപോലെ ആ കുമ്പസാരം നടത്തുമ്പോൾ തമ്പുരാനാണ് ക്ഷമിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നല്ല മക്കളായിട്ട് വളരുവാനായിട്ടും, അങ്ങനെ നമ്മുടെ മിസ്സിയോ കുടുംബവും ലോകം മുഴുവനും ഈ ഒരു സമാധാനത്തിൻ്റെ, ശാന്തി
ധാരാളം പടർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസരമാണിപ്പോൾ. യുദ്ധങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, കലാപങ്ങൾ നടക്കുന്നുണ്ട്, മതവിദ്വേഷങ്ങളും മതപീഡനങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും ധാരാളം അവസരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരോടും, പ്രത്യേകിച്ചും കുടുംബത്തിലുള്ളവരോടും, ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ് ചിലപ്പോൾ ക്ഷമിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വേദനപ്പെടുത്തിയിട്ടുള്ളവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് പുതിയൊരു വ്യക്തിയായി തീർന്ന തമ്പുരാന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരെയും ഇതിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫാദർ. ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നാം കേട്ട ഓരോ കാര്യവും നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയുവാനും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാനും ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണമായി ചിലവഴിക്കാൻ നമ്മെ സഹായിച്ച ദൈവത്തിനും ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കിയ മിസിയോയുടെ എല്ലാ സഹകാരികൾക്കും നന്ദി പറയുന്നു. നന്ദിയുടെ ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒത്തിരി നന്ദി നാഥ, ഒരായിരം നന്ദി നാഥ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയൊന്നു മാത്രം. സഹനത്തിൻ പൂക്കളമെല്ലാം അനുഗ്രഹപ്പൂമാലയാക്കി, സഹനത്തിൻ പൂക്കളമെല്ലാം അനുഗ്രഹപ്പൂമാലയാക്കി, എന്നെ അണിയിക്കും ഓ ദിവ്യ സ്നേഹമേ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയൊന്നു മാത്രം. ഒത്തിരി നന്ദി നാഥ, ഒരായിരം നന്ദി നാഥ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയൊന്നു മാത്രം.